ലൈംഗിക ആരോപണങ്ങളിൽ മാധ്യമങ്ങളെ പഴിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. മാധ്യമങ്ങളുടെ ലക്ഷ്യം താൻ മാത്രമല്ല, കോൺഗ്രസിന്റെ യുവനിരയെയും സൈബർ പോരാളികളെയും ദുർബലപ്പെടുത്തേണ്ടത് ചിലരുടെ അജണ്ടയാണ്. മുതിർന്ന നേതാക്കൾ തമ്മിൽ തല്ലണമെന്ന് മാധ്യമങ്ങളുടെ ആവശ്യമാണെന്നും വാട്സാപ്പ് സന്ദേശത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ കമന്റ്സ് വാട്സാപ്പ് ഗ്രൂപ്പിലാണ് രാഹുലിന്റെ പ്രതികരണം. റഹീസ് റഷീദ് നമുക്കൊപ്പം. റഹീസ് റഷീദ്, ആദ്യം അറിയേണ്ടത്, കോൺഗ്രസിൽ നിന്ന് പുറത്തായി പ്രത്യേക ബ്ലോക്കായി നിയമസഭയിൽ ഇരിക്കാൻ പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടോ? അപ്പോൾ എവിടെ നിന്നാണ് ഇയാളെ പുറത്താക്കിയത്? ഒപ്പം ഈ സന്ദേശം എന്ന് പറയുന്നത് കൃത്യമായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ നൽകുന്നത് പോലെയുള്ള ഒരു നിർദ്ദേശമാണല്ലോ. അത് പ്രധാനപ്പെട്ട ചോദ്യമാണ് സുജയ ചോദിച്ചത്. കാരണം കോൺഗ്രസിൽ നിന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അത് നിയമസഭാ സ്പീക്കറെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് എന്നതാണ് ഈ സന്ദേശം വ്യക്തമാക്കുന്നത്. കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ കമന്റ്സ് വാട്സപ്പ് ഗ്രൂപ്പിലാണ് രാഹുൽ മാങ്കൂട്ടം അല്പസമയം മുമ്പ് ഒരു സന്ദേശം ഇട്ടത്. അല്പസമയം മുമ്പല്ല, വൈകിട്ട് 4:57 ഈ സന്ദേശം ഇട്ടിരിക്കുന്നത്. അതിൽ പറയുന്നത്, മാധ്യമങ്ങളുടെ ലക്ഷ്യം ഞാനല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല മാധ്യമങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്. ഈ ദിവസങ്ങളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഒരടിസ്ഥാനവുമില്ലാതെ ഷാഫി പറമ്പിലിനെയും VT ബൽറാമിനെയും PK ഫിറോസിനെയും T സിദ്ദീഖിനെയും ജബി മേത്തറിനെയും ഒക്കെ പല കാരണങ്ങൾ പറഞ്ഞ് ആക്രമിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അവർക്ക് വലിയ ലക്ഷ്യമുണ്ട്. അവർക്കെന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾക്ക്, നമുക്ക് വലിയ ലക്ഷ്യമുണ്ട്. ആ പ്രൊപ്പഗാണ്ടയിൽ നിങ്ങൾ ആരും പോയി വീഴരുത്. അതായത് KC വേണുഗോപാലും സണ്ണി സാറും KPCC പ്രസിഡന്റും ഒപ്പം VDയും രമേശ് ജിയും KSഉം അടൂർ പ്രകാശും തൊട്ട് നമ്മുടെ യുവനിരയും സൈബർ പോരാളികളെയും, അതായത് കോൺഗ്രസിന്റെ ഏറ്റവും തലപ്പത്തുള്ള KC വേണുഗോപാൽ മുതൽ VD സതീശൻ വരെയുള്ള ആളുകളെ ദുർബലപ്പെടുത്തേണ്ടത് മാധ്യമങ്ങളുടെ ലക്ഷ്യമാണ്. തമ്മിൽ തല്ലുണ്ടാക്കി നമ്മളെ അടുപ്പിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. നേതാക്കൾ തൊട്ട് നിങ്ങൾ താഴെ വരെയുള്ളവർ ദുർബലപ്പെട്ടാൽ കോൺഗ്രസ് ദുർബലമാകുമെന്ന് മാധ്യമങ്ങൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഷനിൽ നിൽക്കുന്ന ഒരാൾ ഇത്രയേറെ ഉപദേശിക്കേണ്ട ആവശ്യം എന്താണ്? കാരണം അയാളെ പിന്തുണച്ചുകൊണ്ട് ഈ പറയുന്ന സാറുമാരൊന്നും രംഗത്ത് വരുന്നില്ലല്ലോ. അപ്പോൾ അവർക്കെതിരെ പ്രതിഷേധം ഉയരുമ്പോൾ, ആ സൈബർ ആക്രമണം നടക്കുമ്പോൾ അതിന് പിന്നിലൊന്നും ഞങ്ങളല്ല എന്ന് വരുത്താനായിട്ടുള്ള ഒരു സന്ദേശം കൂടി ഈ സന്ദേശത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ റഹീസ്? ന്യായമായും അങ്ങനെയും സംശയിക്കാമല്ലോ. സുജി, അങ്ങനെ സംശയിക്കാം. എന്നു മാത്രമല്ല, തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ നമ്മൾ പുറത്തുവിട്ട ഇരയുടെ ടെലിഫോൺ സംഭാഷണം അടക്കം ഉണ്ട്. അത് അന്തരീക്ഷത്തിൽ, അല്ലെങ്കിൽ അത് സമൂഹത്തിനിടയിൽ ചർച്ചയായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും ശരിയല്ല, അതൊരു ശരിയായ കാര്യമല്ല. പകരം കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിലെ ആദ്യം ആക്രമിക്കുന്നു, ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അതിനുശേഷം അത് VT ബൽറാമിലേക്ക് പോകുന്നു. ഇപ്പോൾ ഇന്ന് T സിദ്ദീഖിലേക്ക് വരുന്നു, ജബി മേത്തറിലേക്ക് വരുന്നു, VT ബൽറാമിലേക്ക് വരുന്നു. കാരണം അവർക്കൊക്കെ എതിരെ ഉയർന്ന ആരോപണം പോലെ തന്നെ, അല്ലെങ്കിൽ അവർക്കെതിരെ മാധ്യമങ്ങളിൽ വാർത്ത വന്നതുപോലെ മാത്രമേ എനിക്കെതിരെയും വാർത്ത വന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ മാത്രം VT ബൽറാമിനെതിരെ അതൊരു തരത്തിൽ ഡൈല്യൂട്ട് ചെയ്യലാണ്. ആ ഡൈല്യൂട്ട് ചെയ്യലിനെ എങ്ങനെയാണ് നമുക്ക് സമീകരിക്കാൻ സാധിക്കുക? രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കമന്റ് വന്നിരിക്കുന്ന ഗ്രൂപ്പ് ഏതാണ് എന്നതാണ് അറിയേണ്ടത്. അങ്ങനെ ഗ്രൂപ്പുകളിൽ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ മാറ്റി നിർത്തിയിരിക്കുന്നത് എവിടെ നിന്നാണ്? ഒരു അന്വേഷണവുമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുകയാണ് ആദ്യം ചെയ്തത്. അത് മണിക്കൂറുകൾക്കുള്ളിൽ ചെയ്തുവെന്ന വലിയ നേട്ടം പറയുമ്പോൾ ഇപ്പോഴും ഒരു ഗ്രൂപ്പിൽ പോയി ഈ നിർദ്ദേശം കൊടുക്കാൻ, കമന്റ് ഇടാൻ, സന്ദേശം അയക്കാൻ പറ്റുന്ന തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുന്നുണ്ട് എങ്കിൽ ഈ നടപടിയെടുത്ത സാറുമാരൊക്കെ അതിന് മറുപടി പറയേണ്ടതാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ കൂടുതൽ വാർത്തകൾക്കായി പ്രേക്ഷകർ തുടരുക.